കൂട്ടുകാരെ, മല്ലുഫ്ലിക്സിൻ്റെ മറ്റൊരു റീക്യാപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം നെറ്റ്ഫ്ലിക്സിൻ്റെ ഡാർക്ക് മൂന്നാമത്തെ സീസണിലെ 6th എപ്പിസോഡ്. 6th എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മാർത്ത ജോനാസിനെ എഴുതിയെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ നമ്മുടെ യങ്ങർനോവ ഹുഡി ജോനാസിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടന്റ് ഇതുവരെ നമുക്ക് വ്യക്തമല്ലായിരുന്നു. അത് ഇപ്പോൾ റിവീൽ ചെയ്യുന്നുണ്ട്. ഹുഡി ജോനാസ് തന്നെയാണ് ആ കത്ത് വായിക്കുന്നത് പോലെയാണ് ഈ സീനിൽ കാണിക്കുന്നത്. ബേസിക്കലി ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ജോനാസിനോടാണ് പറയുന്നത്, നീ എന്ത് വന്നാലും ഈ നോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള, ഈ സൈക്കിള് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിക്കരുത്. നീ അതിൽ വളരെ സക്സസ്ഫുൾ ആവും. പക്ഷെ അതിന് നമുക്ക് കുറേ സാക്രിഫൈസസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഈ നോട്ടിലെ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആണ്. എന്തു വന്നാലും ഈ അപ്പോക്കലിപ്സ് നടക്കണം. എന്നെ, അതായത് മാർത്തനെ ഇപ്പോൾ മരിക്കാൻ സമ്മതിക്കണം. എന്നാലേ എനിക്ക് ഇനിയും ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കണം. എന്നാലേ അത് വേറെ ഒരു രീതിയിൽ നമ്മളിൽ വന്നു ചേരുള്ളൂ എന്നുകൂടെ പറഞ്ഞ് ആ കത്ത് അവസാനിക്കുന്നു. ഇങ്ങനെ എഴുതിയത് കൊണ്ടാണ് അന്ന് ആ സെക്കൻഡ് സീസണിന്റെ അവസാനം നമ്മുടെ ഹുഡി ജോനാസ് മാർത്തനെ രക്ഷിക്കാതെ മരിക്കാനായി വിട്ടുകൊടുത്തത്. ഇതിപ്പോൾ കൂടുതൽ വ്യക്തമാവുന്നു. അങ്ങനെ വായിച്ചു കഴിഞ്ഞ് 1888 നമ്മുടെ ഹുഡി ജോനാസ് ഉണ്ടല്ലോ, ഈ ലെറ്റർ കത്തിച്ച് കളയുന്നുണ്ട്. ഇനി ബാക്കിയുള്ള 3 എപ്പിസോഡുകളിലും ഒരുപാട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം ലൈൻ ഒന്നും മാറ്റുന്നില്ല. എപ്പിസോഡിന്റെ ടൈം ലൈൻ ഫോളോ ചെയ്തിട്ട് തന്നെ നമുക്കും പോവാം. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം നമുക്ക് സെക്കൻഡ് വേൾഡിലേക്ക് പോവാം. സെക്കൻഡ് വേൾഡിൽ ജോനാസ് മരിച്ചു നമ്മൾ കണ്ടു ലാസ്റ്റ് എപ്പിസോഡിൽ. നമ്മുടെ സെക്കൻഡ് മാർത്ത ഇതൊക്കെ കണ്ട് ഷോക്കായിട്ട് മടങ്ങി വീട്ടിലോട്ട് വരുന്നു. ആ ചോരയൊക്കെ കഴുകിക്കളയാൻ ശ്രമിക്കുന്നുണ്ട്. അവിടേക്ക് മാഗ്നസ് വരുന്നു. സെക്കൻഡ് വേൾഡിലെ മാഗ്നസിനോട് മാർത്ത ഈ അപ്പോക്കലിപ്സിന്റെ കാര്യമൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മാഗ്നസ് അതൊന്നും വിശ്വസിക്കുന്നില്ല. ആരും ഇപ്പോൾ പെട്ടെന്ന് ഇത് കേട്ടാലും അങ്ങനെ വിശ്വസിക്കണമെന്ന് ഇല്ലല്ലോ. അതുപോലെ തന്നെ മാഗ്നസ് അതൊന്നും വിശ്വസിക്കുന്നില്ല. സെക്കൻഡ് മാർത്ത നിരാശപ്പെടുന്നു. അടുത്ത സീനിൽ ഇവയുടെ ആ റൂം കാണിക്കുന്നു. അവിടെ നമ്മുടെ ഓൾഡ് മാർത്തയും നമ്മുടെ വേറെ ബ്ലാക്ക് മാർത്തയും ഉണ്ട്. ജോനാസിനെ വെടിവെച്ച് കൊന്ന ആ മാർത്തനെയാണ് നമ്മൾ വേറെ ബ്ലാക്ക് മാർത്ത എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മെമ്മറി ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഓൾഡ് മാർത്ത പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ രണ്ടുപേരും ചേരാൻ പാടില്ലാത്തതാണ്. 2 വേൾഡിലും, ഫസ്റ്റ് വേൾഡിലും അതെ, സെക്കൻഡ് വേൾഡിലും അതെ. എനിക്കറിയാം നീ ഇപ്പോൾ എന്ത് മാനസികാവസ്ഥയാണ് നിൻ്റേത് എന്ന്. പക്ഷെ അതെല്ലാം മാറും. വൈകാതെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും എന്നൊക്കെ ഉപദേശം കൊടുക്കുന്നു ഓൾഡ് മാർത്ത. നമ്മുടെ ഒറിജിനൽ ബ്ലാക്ക് മാർത്ത ഉണ്ടല്ലോ, ഒറിജിനൽ ബ്ലാക്ക് മാർത്ത ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് വേൾഡിലെ ഫ്യൂച്ചറാണ്. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് വേൾഡിലെ ഫ്യൂച്ചറിലോട്ട് പോവാം. ആഡമൊക്കെ ഇപ്പോൾ ഉള്ള ആ സ്ഥലം. ബ്ലാക്ക് മാർത്തയെ പണ്ട് ജോനാസിന് ഇട്ട പോലെ ആ ഒരു പട്ടിക്കൂട് പോലത്തെ ആ ഒരു കേജിലാക്കിയിരിക്കുകയാണ് ബ്ലാക്ക് മാർത്തനെ. ആഡം വരുന്നു. ആഡം പറഞ്ഞു കൊടുക്കുന്നു, ശരിക്കുള്ള പാരഡൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നശിക്കും, അതായത് ഫുൾ ഡാർക്ക് ആവും, എല്ലാം നശിക്കും. അതാണ് ശരിക്കുള്ള പാരഡൈസ്. ഈ ഫസ്റ്റ് വേൾഡും സെക്കൻഡ് വേൾഡും എല്ലാം നശിക്കുന്നതാണ് ശരിക്കുള്ള പാരഡൈസ്. അതിന് അപ്പോക്കലിപ്സ് നടന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഈ അപ്പോക്കലിപ്സ് നടക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ബ്ലാക്ക് മാർത്തയോട് പറയുന്നുണ്ട്. വീണ്ടും സെക്കൻഡ് വേൾഡിലേക്ക് പോകുന്നു. 6 മണിക്കൂറേ ഉള്ളൂ അപ്പോക്കലിപ്സിന് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വേൾഡിൽ ബാർട്ടോസും അച്ഛനായ അലക്സാണ്ടറും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഇവിടെ വെച്ച് അലക്സാണ്ടർ എല്ലാ സത്യങ്ങളും ബാർട്ടോസിനോട് പറയുകയാണ്. പണ്ട് മാർബർഗിൽ, അതായത് 33 വർഷം മുന്നേ നടന്ന ആ ഒരു കൊലപാതകവും, അതുകൊണ്ട് ബോറിസ് നീവാൾഡ് എന്ന പേര് മാറ്റി ഞാൻ അലക്സാണ്ടറായി ഇവിടെ വിന്റനിൽ എത്തിയതാണെന്നും എല്ലാം പറയുന്നുണ്ട്. ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങും കാണിച്ചു കൊടുക്കുന്നു. അലക്സാണ്ടർ പറയുന്നു, നിന്റെ അമ്മ, അതായത് റെജീനയാണ് എന്നെ അതിൽ നിന്നുമെല്ലാം രക്ഷിച്ചത്. എന്നിട്ട് പോലും ഞാൻ ഈ സത്യങ്ങളൊന്നും റെജീനയോട് പറഞ്ഞില്ല എന്ന് പറയുന്നു. സെക്കൻഡ് വേൾഡിൽ റെജീന ഓൾറെഡി മരിച്ചു, നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വെച്ച് എല്ലാ സത്യങ്ങളും പുറത്താവുകയാണ് അലക്സാണ്ടറിന്റെ. നമ്മുടെ സെക്കൻഡ് വേൾഡിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഹെൽഗയൊക്കെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, അത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഷാർലറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തവുമായി അൾറിക്കിന്റെ വീട്ടിൽ വരുന്നു. അതായത് ഹെൽഗയുടെ കയ്യിലുള്ള കോയിനും ആ ബങ്കറിൽ നിന്ന് ഷാർലറ്റിന് കിട്ടിയ കോയിനും അതിലെ ചെറിയൊരു പാട് പോലും 2 കോയിനിലും ഒരുപോലെ ഉണ്ട്. അപ്പോൾ ഈ കോയിൻ ടൈം ട്രാവൽ ചെയ്തു എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഷാർലറ്റ്. അൾറിക്കിനും ഇതൊരു ഷോക്കാവുന്നു. ഇനി സെക്കൻഡ് വേൾഡിലെ മാർത്തനെ കാണിക്കുന്നു. മാർത്ത ആകെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് സെക്കൻഡ് വേൾഡിലെ മാർത്ത ഈ ബ്ലാക്ക് മാർത്ത ആവുന്നത്. അതായത് സെക്കൻഡ് മാർത്ത മുടിയൊക്കെ മുറിക്കുന്നു, ആ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇടുന്നു, ആ സൈഡ് ബാഗും ഇടുന്നു. അങ്ങനെ ബ്ലാക്ക് മാർത്തയെ മാറുന്നു. എന്നിട്ട് അമ്മയായ കാത്തറീനെ കാണാൻ വരുന്നു. കാത്തറീനയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാനൊരാൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്കത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവർക്കും ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 3 മാർത്തമാരുണ്ട്. ഒന്ന് നമ്മുടെ സെക്കൻഡ് മാർത്ത, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സീനിൽ പറഞ്ഞ സെക്കൻഡ് മാർത്ത. പിന്നെ ഒരു മാർത്തയുള്ളത് ആഡമിന്റെ അടുത്താണ്. പിന്നെ ഒരു മാർത്തയുള്ളത് ഇവയുടെ അടുത്താണ്. ഇപ്പോൾ ജോനാസിനെ ലാസ്റ്റ് എപ്പിസോഡിൽ വെടിവെച്ചു വന്ന ആ 3ാമത്തെ മാർത്ത. 3 മാർത്തമാരാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് വേൾഡിലേക്ക് പോവാം. എക്സാക്ട്ലി 2020 പോവാം. അപ്പോക്കലിപ്സ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം എല്ലാവർക്കും കൂടുതൽ വ്യക്തമാകാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലെ റൈറ്റ് കോർണറിൽ ഏത് വേൾഡാണ് ഇപ്പോൾ ഉള്ളത് എന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കാം. കാരണം പെട്ടെന്ന് തന്നെ ഫസ്റ്റും സെക്കൻഡും വേൾഡ് മാറിയിട്ടാണ് സീനുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അത് ചെയ്തത്. എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടു ക്ലോഡിയയ്ക്ക് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബുക്കിലുള്ളതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് സെക്കൻഡ് വേൾഡിലെ ക്ലോഡിയ ഫസ്റ്റ് വേൾഡിലെ ക്ലോഡിയനോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വേൾഡിലെ ക്ലോഡിയ അതേപോലെ ചെയ്യുന്നു. മാപ്പ് പോലെ ഫോളോ ദ സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ വന്ന് ന്യൂക്ലിയർ പ്ലാന്റിന്റെ ഉള്ളിലെ ആ ബാരൽസ് ഓപ്പൺ ചെയ്ത ആ ഒരു സ്ഥലത്താണ് എത്തുന്നത്. അവിടെ ഗോഡ് പാർട്ടിക്കിളിന്റെ ഒരു പ്രിമിറ്റീവ് ഫോം കാണുന്നു. അതായത് ആക്റ്റീവായിട്ടുള്ള ഗോഡ് പാർട്ടിക്കിൾ അല്ല, അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ, ഒരു ബിഗിനിങ് വേർഷൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ പെട്ടെന്ന് ബാക്കിൽ ഒരാൾ വരുന്നു. നോക്കുമ്പോൾ ജോനാസ് ആണ്, ഫസ്റ്റ് വേൾഡിലെ ജോനാസ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരും, കഴിഞ്ഞ എപ്പിസോഡിലല്ലേ ജോനാസ് മരിച്ചത്, ഇതേത് ജോനാസ് ആണെന്നുള്ള സംശയം വരും. ആ സംശയം അവിടെ നിൽക്കട്ടെ. ഇതിനുള്ള എക്സ്പ്ലനേഷൻ അടുത്ത സീനിൽ കാണിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യം കുറച്ച് കോംപ്ലക്സും അതേപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്ന് ആദ്യം തന്നെ പറയട്ടെ. ലാസ്റ്റ് സീനിൽ നമ്മൾ കണ്ടു ജോനാസ് മരിച്ചിട്ടില്ല. ഫസ്റ്റ് വേൾഡിൽ വേറെ ഒരു ജോനാസ് അവിടെ ജീവനോടുണ്ട്. അപ്പൊ അത് ഏത് ജോനാസ് എന്ന് ഈ സീനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കിനി സെക്കൻഡ് വേൾഡിലോട്ട് പോവാം. സെക്കൻഡ് വേൾഡിലെ ഇവയുടെ ആ റൂമാണ്. അവിടെ 3 പേരുണ്ട്. ഇവയുണ്ട്, ഓൾഡ് മാർത്തയുണ്ട്, വേറെ ബ്ലാക്ക് മാർത്തയുണ്ട്. വേറെ ബ്ലാക്ക് മാർത്ത എന്ന് പറഞ്ഞാൽ അറിയാലോ, ജോനാസിനെ ഷൂട്ട് ചെയ്ത മാർത്ത. അപ്പൊ ഇവര് ഈ വേറെ ബ്ലാക്ക് മാർത്തനെ കൊണ്ട് ആ ജോനാസിനുള്ള ലെറ്റർ എഴുതിപ്പിക്കുകയാണ്. അപ്പൊ ഈ ലെറ്റർ വരെ ഫേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ലെറ്റർ നമ്മുടെ ഹുഡി ജോനാസ് വായിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ലെറ്റർ വരെ ഒരു പറ്റിക്കലായിരുന്നു ഇവയുടെ, അതിപ്പോ മനസ്സിലാവുന്നു. എന്നിട്ട് ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ നമ്മുടെ വേറെ ബ്ലാക്ക് മാർത്ത് ചോദിക്കുന്നു, ജോനാസിനല്ലേ ഞാനിപ്പോൾ കൊന്നത്, പിന്നെന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത്? ഫസ്റ്റ് വേൾഡിലെ ജോനാസ് മരിച്ചില്ലേ, ഇപ്പോഴും എങ്ങനെയാണ് ജീവനോടെ ഉള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവയാണ് എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിങ്ങനെയാണ്, ഒരു ലൂപ്പ് വരച്ച് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, അതായത് ഈ ലൂപ്പിൽ ഒരു സ്വിച്ച് പോയിന്റ് എന്നൊരു പോയിന്റ് ഉണ്ട്. സ്വിച്ച് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്കോ അതോ വേറെ ഡയറക്ഷനിലേക്കോ പോകുന്നതിന്റെ ആ ഒരു എക്സാക്ട് മൊമെന്റ് ആണ് ഈ സ്വിച്ച് പോയിന്റ് എന്നത്. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറയുന്നത് സെക്കൻഡ് സീസണിലെ സീസൺ ഫിനാലയിലെ ആ എൻഡിങ് ആണ്. അവിടെ നമ്മുടെ ബ്ലാക്ക് മാർത്ത വന്ന് ജോനാസിനെ രക്ഷിക്കുന്നുണ്ട്. അതേപോലെ വേറെ ഒരു റിയാലിറ്റിയിൽ ഈ സ്വിച്ച് പോയിന്റ് കാരണം സംഭവിക്കുന്ന വേറെ ഒരു റിയാലിറ്റിയിൽ അവിടെ ബ്ലാക്ക് മാർത്ത രക്ഷിക്കാൻ വരുന്നില്ല. പകരം ജോനാസ് ഓടി ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് പോവുകയാണ്. അതുവഴി ജോനാസ് അവിടെ ജീവിക്കും. കാരണം അപ്പോക്കലിപ്സ് ബേസ്മെന്റിലുള്ളവർക്ക് ബാധിക്കില്ലല്ലോ. അപ്പോ ഒരു ജോനാസ് മരിക്കുകയും അതേപോലെ വേറൊരു ജോനാസ് ജീവിക്കുകയും ചെയ്യും.
അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അതായത് ഒരു ലൂപ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിലെ ഒരു സെയിം ലൈന് അതേ ലൈനുമായി കൂട്ടിമുട്ടാറുണ്ട്. അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ആ ഒരേ ലൈനിൻ്റെ ഔട്ടർ ലൈനും ഇന്നർ ലൈനും രണ്ട് റിയാലിറ്റീസ് ഉണ്ടാക്കും. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു ഡയറക്ഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ഷനിലേക്കോ പോകുന്ന ആ ഒരു എക്സാക്ട് മൊമെന്റ്. സെയിം ലൈൻ ആണെങ്കിൽ പോലും ഈ ഔട്ടർ ലൈനും ഇന്നർ ലൈനും രണ്ടും രണ്ട് രീതിയിലാണ് പോവുക. അതുകൊണ്ടാണ് രണ്ട് റിയാലിറ്റീസ് പോസിബിൾ ആവുന്നത്. ആ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് സെക്കൻഡ് സീസന്റെ അവസാനം ബ്ലാക്ക് മാർത്ത വന്ന് ജോനാസിനെ സെക്കൻഡ് വേൾഡിൽ കൊണ്ടുവന്ന് അവസാനം ഇവയുടെ ആ റൂമിൽ വെച്ച് ജോനാസ് മരിക്കുന്നു. രണ്ടാമത്തെ ജോനാസ്, അതായത് രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ ജോനാസ് ബേസ്മെന്റിലേക്ക് ഓടി ആ അപ്പോക്കലിപ്സ് രക്ഷപ്പെട്ട് ഇപ്പോൾ ആ ന്യൂക്ലിയർ പ്ലാന്റിന്റെ ആ ഗോഡ് പാർട്ടിക്കിൾ ഉള്ളവിടെ ജീവനോടെ ഉണ്ട്. ഫസ്റ്റ് വേൾഡിൽ തന്നെ ലാസ്റ്റ് സീനിൽ ക്ലോഡിയ കണ്ടത് ഈ സെക്കൻഡ് റിയാലിറ്റിയിലുള്ള ജോനാസിനെയാണ്. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിനെ കുറിച്ച് ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട്. ടൈം ട്രാവലിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർ ഗൂഗിൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം ചെലവഴിക്കാനുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഫസ്റ്റ് വേൾഡിലേക്ക് പോവാം. ജോനാസും ക്ലോഡിയും തമ്മിലുള്ള ആ കോൺവെർസേഷൻ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. അതായത് അവർ പറയുന്നത്, ക്ലോഡി ചോദിക്കുന്നു ഇതെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോനാസ് പറയുന്നു ഈ അപ്പോക്കലിപ്സ് കഴിഞ്ഞിട്ട് ഇത് മാത്രമേ ബാക്കി ഉണ്ടായുള്ളൂ, അതായത് ഗോഡ് പാർട്ടിക്കിളിന്റെ ഒരു ഫസ്റ്റ് ഫോമാണിത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജോനാസ് പറയുന്നു ഞാനിത് നേരത്തെ ഫ്യൂച്ചറിൽ പോയി കണ്ടതാണ്, ഈ ഗോഡ് പാർട്ടിക്കിൾ ആവുന്നതൊക്കെ, ഈ ഒരു ഫസ്റ്റ് ഫോം ഗോഡ് പാർട്ടിക്കിൾ ആവുന്നത് ഞാൻ ഇതിനു മുന്നേ ഫ്യൂച്ചറിൽ പോയി കണ്ടതാണ്. ഇപ്പോൾ പാസേജും ഇല്ല, ആ കേവ്സും എല്ലാം ഇല്ലാതെയായി, പാസേജും ആക്റ്റീവ് അല്ല. അപ്പോൾ ഇനി ഈ ഒറ്റ വഴിയുള്ളൂ, നമുക്ക് ഇതിലൂടെ പോയി എല്ലാവരെയും രക്ഷിക്കണം, നിക്കലിനെയും മാർത്തിനെയും എല്ലാവരിനെയും അപ്പോക്കലിപ്സ് നിന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജോനാസിന് ഒരു സംശയം തോന്നുന്നു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ ഉണ്ടെന്ന്, അതെങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു. അതിനൊരു സ്ട്രൈറ്റ് ആൻസർ കൊടുക്കുന്നില്ല ക്ലോഡിയ. കാരണം ആ ബുക്ക് നോക്കിയിട്ടാണല്ലോ വന്നത്, അതിപ്പോൾ ജോനാസിനോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ മെഷീൻ്റെ കാര്യം പറയുന്നു. ആ കേടായ ടാൻ ഹൗസ് പണ്ട് ഉണ്ടാക്കിയ ആ മെഷീനില്ലേ, അത് കാണിച്ചു കൊടുക്കുന്നു. അത് ബ്രോക്കൺ ആണ്, നമുക്കറിയാലോ. എന്നിട്ട് ക്ലോഡിയ ഇനി നമുക്കൊരു 33 വർഷം കാത്തിരിക്കാം, ഒന്നും കൂടെ നമുക്കിതെല്ലാം ശരിയാക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാന്ന് നമുക്കറിയാലോ, ജോനാസിനെ വഴിതിരിച്ച് വിടാനാണ്. പക്ഷെ ജോനാസ് പറയുന്നു എനിക്ക് അതിനൊന്നും സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു സംശയം വരികയാണ് ജോനാസിന്റെ മനസ്സിൽ. അതായത് നിങ്ങളുടെ ഓൾഡർ സെൽഫ്, നമ്മുടെ ക്ലോഡിയ മുത്തശ്ശി മാർത്ത മരിക്കുന്നോ, അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോട് പണ്ട്, അറിഞ്ഞിട്ടും പറയാതിരുന്നതല്ലേ, പിന്നെ നിന്നെ ഞാനിപ്പോൾ എന്തിനാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ക്ലോഡിയ ഒരു റീസൺ കൊടുക്കുന്നു. അതായത് എനിക്ക് ഈ ഗോഡ് പാർട്ടിക്കിളിനെ കുറിച്ച് അറിയാം, ഞാനാണല്ലോ ന്യൂക്ലിയർ ഹെഡ് പണ്ടത്തെ, അപ്പൊ എനിക്കിതിനെ കുറിച്ച് നല്ലോണം അറിയാം, ഇത് എനിക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും, അങ്ങനെ നമുക്ക് എല്ലാവരും സേവ് ചെയ്യാൻ സാധിക്കും എന്ന് ക്ലോഡിയ ഒരു വാഗ്ദാനം പോലെ ജോനാസിന് മുന്നിൽ വെക്കുന്നു. ജോനാസ് അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇനി നമുക്ക് സെക്കൻഡ് വേൾഡിലേക്ക് പോവാം. സെക്കൻഡ് വേൾഡിൽ ആൾറിക്ക് ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ ബങ്കറിന്ന് കിട്ടിയ ആ ബോഡി എക്സാമിൻ ചെയ്യുന്നു. ഫസ്റ്റ് വേൾഡിൽ നടന്ന ആ സെയിം എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാണ്. അതായത് കവിളിലെ ആ മുറിവ് കാണുന്നു, ആ മുറിവ് മാത്സിന്റെ ആണെന്ന് ആൾറിക്കിന് മനസ്സിലാവുന്നു. നേരെ ഹെൽഗേനെ കാണാൻ വരുന്നു, ഹെൽഗയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഹെൽഗെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവള് എന്നോട് ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എനിക്ക് അവനെ സ്റ്റോപ്പ് ചെയ്യണം, എനിക്ക് അവനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആരെയെന്ന് ചോദിക്കുമ്പോൾ നിന്നെ തന്നെ, അതായത് ആൾറിക്കിനെ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നും പറയുന്നു. അങ്ങനെ ആൾറിക്ക് ഒരു കാര്യം ചെയ്യുന്നു, ഹെൽഗേനെ ജയിലിൽ നിന്ന്, പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇറക്കി വിടുന്നു. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടി. ഹെൽഗെ അറിയാലോ, നേരെ കേവ്സിലേക്ക് പോകുന്നു. ആൾറിക്ക് പിന്നാലെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഫസ്റ്റ് വേൾഡിലെ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെയാണ്. നോക്കാം നമുക്ക് ഇനി എന്ത് സംഭവിക്കുന്നു. 3 മണിക്കൂർ കൂടെ ഉള്ളൂ അപ്പോക്കലിപ്സിന് എന്ന് എഴുതി കാണിക്കുന്നു. അപ്പം നമ്മുടെ സെക്കൻഡ് മാർത്തൻ്റെ ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ബ്ലാക്ക് മാർത്ത ആയിട്ടുണ്ട്. പക്ഷെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴും നമ്മൾ സെക്കൻഡ് വേൾഡിലെ സെക്കൻഡ് മാർത്ത എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പം ഈ സെക്കൻഡ് മാർത്ത നേരെ വരുന്നത് നമ്മുടെ ബാർട്ടോസിന്റെ അടുത്താണ്. മാർത്തയോട് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ ബാർട്ടോസിന്. അപ്പോൾ മാഗ്നസോ വിശ്വസിച്ചില്ല പറഞ്ഞതെല്ലാം. അപ്പം ഇനി ബാർട്ടോസിനോട് പറയാമെന്ന് വിചാരിച്ചിട്ട് നേരെ ബാർട്ടോസിന്റെ വീട്ടിലേക്ക് വരുന്നു. എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നു.
സെക്കൻഡ് വേൾഡിൽ പോയതും ഇവയുടെ അടുത്ത് പോയതും ജോനാസിനെ കൊന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബാർട്ടോസിന്റെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് ഇതെല്ലാം വിശ്വസിച്ചതുപോലെ തന്നെയാണ്. അതേ സമയത്ത് സെക്കൻഡ് വേൾഡിൽ വേറൊരു സ്ഥലത്ത് നമ്മുടെ അൺനോൺ ഉണ്ടല്ലോ, ആ മൂന്ന് പേരും നമ്മുടെ സെക്കൻഡ് വേൾഡിലെ ഗോഡ് പാർട്ടിക്കലിലൂടെ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ ഇപ്പൊ ഒരു ഐഡിയ ഇല്ല, കാത്തിരുന്ന് കാണാം. ഇനി നമുക്ക് ഫസ്റ്റ് വേൾഡിലോട്ട് പോവാം. ആഡമുള്ള ആ ഫ്യൂച്ചറിലേക്ക് പോവാം. ആഡം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയസ്സായ ഫ്രാൻസിസ് കീം മാഗ്നസ് ഉണ്ടല്ലോ, അവരെ ഗോഡ് പാർട്ടിക്കൽ ഓണാക്കിയിട്ട് എങ്ങോട്ടോ ടൈം ട്രാവൽ ചെയ്യാൻ ഒരുങ്ങുകയാണ് ആഡം. നിങ്ങൾക്കറിയാലോ എന്ത് ചെയ്യണം എന്നൊക്കെ ഇവരോട് പറയുന്നുമുണ്ട്. എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ നേരെ സെക്കൻഡ് വേൾഡിലേക്ക് പോകുന്നു. അവിടെ ബാർട്ടോസിനെയും സെക്കൻഡ് മാർത്തനെയും കാണിക്കുന്നു. ഇവര് അപ്പോക്കലിപ്സിന്റെ കാര്യം സംസാരിക്കാൻ അലക്സാണ്ടർ വിളിക്കുന്നുണ്ട്. അലക്സാണ്ടർ ഫോണൊന്നും എടുക്കുന്നില്ല. എന്നിട്ട് ഒരു സൈക്കിളൊക്കെ എടുത്ത് നേരെ ന്യൂക്ലിയർ പ്ലാന്റിലേക്ക് പോകുന്നു രണ്ടുപേരും കൂടെ. ഈ കാര്യം അലക്സാണ്ടറോട് പറഞ്ഞ് ബാരൽസ് ഓപ്പൺ ചെയ്യാതിരിക്കാൻ. പക്ഷെ വഴിയിൽ വെച്ച് രണ്ടാൾക്കാർ വരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ സീനിൽ പറഞ്ഞു ഫസ്റ്റ് വേൾഡിലെ വയസ്സായ ഫ്രാൻസിസ് കീം മാഗ്നസും കൂടെ ട്രാവൽ ചെയ്യുന്നതായിരുന്നു എന്ന് പറഞ്ഞു. അവര് ഇങ്ങോട്ടാണ് വന്നത്, അതായത് സെക്കൻഡ് വേൾഡിലേക്കാണ് അവർ വന്നത്. സെക്കൻഡ് വാർത്തയ്ക്ക് മനസ്സിലായി ഇതാരാണെന്നൊക്കെ. മാഗ്നസ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വയസ്സായ മാഗ്നസും ഫ്രാൻസിസ്കയും പറയുന്നു, നിങ്ങളോട് എല്ലാവരും നുണയാണ് പറഞ്ഞത്. ജോനാസ് ജീവിച്ചിരിക്കുന്നുണ്ട് ഫസ്റ്റ് വേൾഡിൽ, നിന്റെ വേൾഡിലല്ല വേറെ വേൾഡിൽ. ഇത് കേട്ടതും സെക്കൻഡ് വാർത്ത ആകെ ഷോക്കാവുന്നു. കാരണം സെക്കൻഡ് വാർത്തയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നു ഫസ്റ്റ് വേൾഡിലെ ജോനാസിന്. അത് തന്നെയാണ് ഈ ഷോക്കിനുള്ള കാരണവും. ജീവനോട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സെക്കൻഡ് വാർത്തയുടെ മനസ്സൊന്ന് മാറി. എന്നിട്ട് പറയുന്നു, നീ ഇപ്പൊ പോയി അപ്പോക്കലിപ്സിൽ നിന്നും ജോനാസിനെ, അതായത് ഫസ്റ്റ് വേൾഡിലെ ജോനാസിനെ രക്ഷിക്കണം. എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു ലാസ്റ്റ് സീനാണ് ഇവരിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സെക്കൻഡ് വാർത്ത പോയി അവിടെ പോയി രക്ഷിച്ച് ജോനാസിനെ സെക്കൻഡ് വേൾഡിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ചെയ്യണം എന്നാണ് ഇപ്പോൾ വയസ്സായ ഫ്രാൻസിസ് കീം മാഗ്നസും സെക്കൻഡ് മാർത്തിയോട് പറയുന്നത്. ആഡമിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ശരിക്കും ഇതൊന്നും അപ്പോക്കലിപ്സ് സ്റ്റോപ്പ് ചെയ്യാനോ മറ്റൊന്നിനും ഉപകരിക്കില്ലെങ്കിലും സെക്കൻഡ് മാർത്തിക്ക് ഇത് വളരെ വിശ്വാസമാവുന്നു. അങ്ങനെ ഇവര് മൂന്നുപേരും കൂടെ ആ പോർട്ടബിൾ മെഷീനിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നു. ബാർട്ടോസ് ഇതൊക്കെ കണ്ട് ഞെട്ടി അവിടെ നിൽക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ. സെക്കൻഡ് വേൾഡിലെ അലക്സാണ്ടറെ കാണിക്കുന്നു. അലക്സാണ്ടർ വളരെ സത്യസന്ധനാവുകയാണ് ഈ അവസാനം. കാരണം ഇമോഷണലി വളരെ തകർന്നൊരു അവസ്ഥയിലാണ് അലക്സാണ്ടർ. അങ്ങനെ ഷാർലറ്റിനെ വിളിച്ചിട്ട് ഈ ന്യൂക്ലിയർ പ്ലാന്റിന്റെ രഹസ്യമുണ്ടല്ലോ, അതായത് ഇങ്ങനെ ഒരു സീക്രട്ട് ന്യൂക്ലിയർ വേസ്റ്റ് ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം, അത് പറയാൻ വേണ്ടി ഷാർലറ്റിനെ ന്യൂക്ലിയർ പ്ലാന്റിലേക്ക് വിളിച്ചു വരുത്തുന്നു. ബാക്കി നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഇനി പറയാൻ പോകുന്നതും സെക്കൻഡ് വേൾഡിൽ തന്നെയാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സീനാണ്. അതായത് ഇവയുടെ ഗ്രൂപ്പിലെ ആൾക്കാരെ എല്ലാം ഓരോ കാര്യത്തിനായി ഓരോ മിഷനായി പറഞ്ഞയക്കുന്ന ഒരു സീനാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവയുടെ കൂടെ. ഓരോ ആൾക്കാർക്ക് എന്തൊക്കെയാണ് ഇവ പറയുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മുടെ വേറെ ബ്ലാക്ക് മാർത്തയുണ്ട്. വേറെ ബ്ലാക്ക് മാർത്തയോട് പറയുന്നത് ആഡമിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് ഈ സൈക്കിളും ലൂപ്പും എന്താന്ന് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് വേൾഡിലും സെക്കൻഡ് വേൾഡിലും എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് ശരിയായ ഈ നോട്ട് അതേപോലെ നിലനിർത്തുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓൾഡ് മാർത്തയോടും ഇതേ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ രണ്ടുപേരുടെ അടുത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആള് ബാർട്ടോസ് ആണ്. ബാർട്ടോസിനോട് പറയുന്നു, നീ പോയി നിന്റെ യങ്ങർ സെൽഫിനെ അപ്പോക്കലിപ്സിൽ നിന്നും രക്ഷിച്ചിട്ട് വരൂ, എന്നാലേ നമ്മൾക്ക് എല്ലാവർക്കും രക്ഷ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ബാർട്ടോസിന്റെ മിഷൻ നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ആള് നോക്കാം. അടുത്തത് സെക്കൻഡ് വേൾഡിലെ ക്ലോഡിയന്റെ അടുത്താണ് ഇവ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. നമ്മളിത് നേരത്തെ കണ്ടതാണ്. ആഡമിന്റെ വേൾഡിൽ, അതായത് ഫസ്റ്റ് വേൾഡിൽ എന്തൊക്കെ നടക്കണമെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് വേൾഡിലെ ക്ലോഡിയനെ ഒരു ഡബിൾ ഏജന്റ് പോലെ ആക്കുന്നത്. സെക്കൻഡ് വേൾഡിലെ ക്ലോഡിയ അത് ഇവയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ്. അതും ഇപ്പോൾ ഇവ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വേൾഡിലെ ഈഗോൺ ഉണ്ട്, വയസ്സായ ഈഗോണിനോട് പറയുന്നു, നിങ്ങൾ പോയി ഈ ഫാമിലി ട്രീ സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താന്ന് വ്യക്തമല്ല, നമുക്ക് നോക്കാം. ബാക്കി രണ്ടുപേര് യങ്ങർ നോവയും ഓൾഡ് നോവയും ആണ്. അവരോട് യു ബ്രിങ് ലവ്, നമുക്ക് പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാം
എന്ന് പറയുന്നു. അതും എന്താണെന്ന് വ്യക്തമല്ല, വരും സീനുകളിൽ നമുക്കത് മനസ്സിലാവും. നോക്കാം നമുക്ക്. എന്നിട്ട് ഈ എല്ലാ ആൾക്കാരിനെയും ആ ഗോഡ് പാർട്ടിക്കിൾ ഓണാക്കിയിട്ട് ടൈം ട്രാവൽ ചെയ്യുകയാണ്. ഈ എല്ലാവരും ഓരോരോ സമയത്തേക്കാണ് ഓരോ ആൾക്കാരും പോകുന്നത്. ഇതൊക്കെ ഇനി വരും സീനുകളിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ വരും സീനുകളിൽ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തത് ഫസ്റ്റ് വേൾഡിലേക്കാണ് പോകുന്നത്, ആഡമിന്റെ അടുത്തേക്ക്, ഫ്യൂച്ചറിലേക്ക്. ആഡമും മാർത്തയും ഉണ്ട്, നമ്മുടെ ബ്ലാക്ക് മാർത്തയെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഗോഡ് പാർട്ടികളുടെ താഴെ ആഡം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതായത് നിന്റെ വയറ്റിലുള്ള കുട്ടി മരിക്കണം, ആ കുട്ടിയെ വെറുതെ അങ്ങോട്ട് കൊല്ലാൻ പറ്റില്ല, അതിന് 2 വേൾഡിലെ എനർജിയും വേണം. ഈ അപ്പോക്കലിപ്സ് 2 വേൾഡിൽ നടക്കുമ്പോൾ ആ 2 എനർജിയും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണം ഈ കുട്ടിയെ കൊല്ലാൻ. അങ്ങനെ കൊന്നാലേ ഈ സൈക്കിളൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഈ ഒരു ലൂപ്പിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആഡം കൺട്രോൾ സെന്റർ പോലുള്ള ആ ഒരു സെന്ററിൽ പോയിരിക്കുന്നു. ഇനി ഈ എപ്പിസോഡിൽ നടക്കുന്ന 10 മിനിറ്റ്, അതായത് അവസാനത്തെ 10 മിനിറ്റ്, അത് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. അത് കണ്ട് മനസ്സിലാക്കുന്നതിനെ കാട്ടിയും എളുപ്പമായിട്ട് വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. കാരണം എല്ലാം ചെറിയ ഒരു ഷോർട്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് അൺനോൺ എങ്ങടാണ് ട്രാവൽ ചെയ്ത് വന്ന് എന്ന് നോക്കാം. അതായത് നമ്മുടെ യങ്ങർ അൺനോൺ ഉണ്ടല്ലോ, നടുക്കുള്ള ആൾ വന്നിരിക്കുന്നത് ഒരു വേൾഡിലേക്കും, ആ ചെറിയ കുട്ടിയും ആ വയസ്സായ ആളും കൂടെ വന്നിരിക്കുന്നത് വേറെ ഒരു വേൾഡിലേക്കും. ഈ 2 വേൾഡിലെയും ന്യൂക്ലിയർ പ്ലാന്റ് ആണ് ഇവരുടെ ലക്ഷ്യം. ഈ 2 വേൾഡിലെ ന്യൂക്ലിയർ പ്ലാന്റിന്റെ വോളിയം കൺട്രോളിന്റെ ആ ഒരു ഇഷ്യൂ സംഭവിക്കുന്നില്ലേ, അത് ചെയ്യുന്നത് ഇവർ 2 പേരും കൂടെയാണ്. അറ്റ് എ ടൈമാണ് ഇത് 2 വേൾഡിലും സംഭവിപ്പിക്കുന്നത്. അതെല്ലാം വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇവർ 2 പേരും അറ്റ് എ ടൈം വോളിയം കൺട്രോളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അതുവഴിയല്ലേ ഗോഡ് പാർട്ടിക്കിളെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ആക്സിഡന്റ് അല്ല, ഇതെല്ലാം ഇവയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഈ അൺനോൺ ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് ഇവ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി നോവനെ കാണിക്കുന്നു, സെക്കൻഡ് വേൾഡിലെ നോവനെ കാണിക്കുന്നു. നോവ എലിസബത്തിന്റെ അടുത്ത് വരുന്നു സെക്കൻഡ് വേൾഡില്. എന്നിട്ട് എലിസബത്തിനെ അപ്പോക്കലിപ്സിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നേരെ ആ ബങ്കറിൽ കൊണ്ടാക്കുന്നുണ്ട്. ബങ്കറിലാവട്ടെ യങ്ങർ നോവ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ്. ഇങ്ങനെയായിരിക്കും ഇവർ റിലേഷൻഷിപ്പിൽ ആവുന്നത് സെക്കൻഡ് വേൾഡിൽ. ഇവ പറഞ്ഞു വിട്ട ബാർട്ടോസ് നേരെ നമ്മുടെ സൈക്കിളും പിടിച്ച് അന്തം വിട്ട് നിൽക്കുന്ന ആ ബാർട്ടോസിന്റെ അടുത്തേക്കാണ് വരുന്നത് സെക്കൻഡ് വേൾഡിൽ. എന്നിട്ട് ബാർട്ടോസിനെ രക്ഷിക്കുമായിരിക്കും, കാണിക്കുന്നില്ല, പക്ഷെ അണ്ടർസ്റ്റുഡ് ആണല്ലോ. അങ്ങനെ ഈ അപ്പോക്കലിപ്സിൽ നിന്നും ബാർട്ടോസ് യങ്ങർ സെൽഫിനെ രക്ഷിക്കുകയാണ് സെക്കൻഡ് വേൾഡിൽ. ഓൾഡ് മാർത്ത വരുന്നു. എന്നിട്ട് 1888 വന്നിട്ട് ആ ലെറ്ററും ആ ഒരു ഷാർലറ്റ് എന്ന് എഴുതിയ ആ ഒരു വാച്ചും അവിടെ വെക്കുന്നു. നമ്മുടെ ഹുഡി ജോനാസിനൊക്കെ കാണിക്കുന്നുണ്ട്. ഇതും ഇവയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ്. ഹന്ന സെക്കൻഡ് വേൾഡിൽ പ്രഗ്നന്റ് ആണെന്ന് അറിയാലോ. ഹന്നയ്ക്ക് ബ്ലീഡിങ് ആവുന്നു ഈ ഒരു സെയിം സമയത്ത്. അപ്പോൾ ഈഗോൺ വരുന്നു. ഇവ പറഞ്ഞയച്ച പോലെ ഈഗോൺ ഹന്നനെ കാണാനാണ് വരുന്നത്. ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഷാർലറ്റും അലക്സാണ്ടറും കൂടെ റെഡ് സ്യൂട്ടൊക്കെ ഇട്ട് നേരെ ആ ബാരൽസിന്റെ അടുത്തേക്ക് പോകുന്നു. അതിലൊരു ബാരൽ ഓപ്പൺ ചെയ്യുന്നു, ഗോഡ് പാർട്ടിക്കിൾ ഉണ്ടാവുന്നു. ഇതും കാണിക്കുന്നുണ്ട്. ഇവ പറഞ്ഞതനുസരിച്ച് നമ്മുടെ സെക്കൻഡ് വേൾഡിലെ ക്ലോഡിയ ഫസ്റ്റ് വേൾഡിലെ ക്ലോഡിയനെ ആദ്യമായിട്ട് കാണിക്കുന്ന ആ സീനും കാണിക്കുന്നു. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ സെയിം സീന് ഇവർ ഫസ്റ്റ് 2 പേരും തമ്മിൽ കാണുന്ന ആ സീനും കാണിക്കുന്നു. അങ്ങനെ ഇവ പറഞ്ഞു വിട്ട എല്ലാവരും അവരവരുടേതായ മിഷൻസിൽ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞു. അപ്പോക്കലിപ്സ് നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഫസ്റ്റ് വേൾഡിൽ ആഡം ഈ 2 എനർജിനെയും ഒരുമിച്ച് ബ്ലാക്ക് മാർത്തനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതും കാണിക്കുന്നുണ്ട്. സെക്കൻഡ് വേൾഡിൽ വേറൊരു കാര്യം സംഭവിക്കുന്നത്, അപ്പോക്കലിപ്സ് നടക്കുമ്പോൾ ഫ്രാൻസിസ്കയും മാഗ്നസും മരിക്കുന്നുണ്ട്. അതും കാണിക്കുന്നു. അവര് ആ ഒരു ലേക്കിന്റെ സൈഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പോക്കലിപ്സ് വന്ന് അവര് മരിക്കുന്നു സെക്കൻഡ് വേൾഡിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അവസാനത്തെ 10 മിനിറ്റിനെ കുറിച്ച് എത്ര പറഞ്ഞാലും കഴിയില്ല. അത്രയും മികച്ച എഡിറ്റിങ്ങും ആവശ്യത്തിന് മാത്രം പറഞ്ഞു പോകുന്ന സ്റ്റോറിയുമാണ് ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.
ഫാൻ തിയറീസോ എന്തെങ്കിലും സംശയങ്ങളോ ഞങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യൂ. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.